നമസ്കാരം. താൻ മത്സരത്തിനില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന തമിഴ്നാടിന്റെ ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങുന്ന മണ്ഡലമാണ് കോയമ്പത്തൂർ. ബി.ജെ.പിയെ സംബന്ധിച്ച് അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്ന്. പല്ലടം, സുവൂർ, കൂണ്ടപ്പാളയം, കോയമ്പത്തൂർ സൗത്ത്, കോയമ്പത്തൂർ നോർത്ത്, സിംഗാനല്ലൂർ എന്നീ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലം. ഇവിടെ ബി.ജെ.പിക്ക് എടുത്തു പറയാവുന്ന ആകെ ഒരു നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് സംഭവിച്ചത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ സൗത്തിൽ കമലഹാസനെ കിട്ടുകെട്ടിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ വാനതി ശ്രീനിവാസൻ ആ സീറ്റ് നേടി. പക്ഷേ അണ്ണാമലൈക്ക് വിജയിക്കാൻ ആ ഒരു കണക്കുകൂട്ടൽ മാത്രം പോരാ, അല്ലെങ്കിൽ അത്രയും ജനപിന്തുണ മാത്രം പോരാ. 2019 ബി.ജെ.പിയുടെ CP രാധാകൃഷ്ണൻ 31.47% വോട്ട് നേടി രണ്ടാമതെത്തിയ മണ്ഡലം കൂടിയാണ് കോയമ്പത്തൂർ. പക്ഷെ അന്ന് ബി.ജെ.പിക്ക് പിന്തുണയായി AADMK അവർക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് AADMK അവിടെ ബി.ജെ.പിക്കൊപ്പമില്ല. ബി.ജെ.പി തനിച്ച് തന്നെ മത്സരത്തിൽ ഇറങ്ങുന്നു, അതും AADMKയുടെ ഉരുക്കുകോട്ടയിൽ. എന്തായാലും ഉത്തരേന്ത്യൻ തൊഴിലാളികൾ, അതിനോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ വ്യവസായ സൗഹൃദ പദ്ധതികൾ, മെട്രോ റെയിൽ വേണം എന്ന കോയമ്പത്തൂരിന്റെ നിരന്തരമായ ആവശ്യം, ഇതൊക്കെ ബി.ജെ.പിക്ക് വോട്ടുകളായി വീഴാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിനിടയിലാണ് അണ്ണാമലയുടെ ഭാഗത്തു നിന്നും ഇന്ന് സുപ്രധാനമായ ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി, അതായത് സംസ്ഥാനമൊട്ടുക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തഞ്ചാവൂരിലെത്തിയ അണ്ണാമലൈ തഞ്ചാവൂരിലെ സൗത്ത് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് കൃഷ്ണസ്വാമി വണ്ടയാരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് അണ്ണാമലൈ ഉറപ്പിച്ച് പറയുമ്പോഴും ഇതിൽ ജാതി രാഷ്ട്രീയം മുതൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹം വരെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോയി കാണുന്നതിന് പിന്നിൽ, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവ് എതിർചേരിയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പോയി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ ആ രാഷ്ട്രീയ നേതാവ് പ്രതിനിധീകരിക്കുന്ന ജാതിയെ കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട്. ജാതി വോട്ട് ഉറപ്പിക്കുക എന്ന തന്ത്രം തന്നെയാണിത്. മറുവശത്താവട്ടെ ബി.ജെ.പി അവിടെ ജാതി കാർഡ് മാത്രമല്ല ഇറക്കുന്നത്, മറിച്ച് വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് തേടുന്നത്. DMK വിരുദ്ധ വികാരമുള്ള കോയമ്പത്തൂരിൽ അണ്ണാമലയുടെ നീക്കങ്ങൾ തിരിച്ചടിയാകാൻ പോകുന്നത് തീർച്ചയായും AADMKക്ക് തന്നെയായിരിക്കും. നമുക്കറിയാം AADMKക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു അഗ്നിപരീക്ഷ തന്നെയാണ്. ഇതോടുകൂടി AADMK എന്ന പാർട്ടിയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ തമിഴകത്തിന് ലഭിക്കുകയും ചെയ്യും. എന്തായാലും അണ്ണാമലയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ അവിടെ ബി.ജെ.പിക്ക് വലിയൊരു മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയാണെങ്കിൽ 2026 നടക്കാൻ പോകുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AADMKക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അവരുടെ ഉരുക്കുകോട്ട തന്നെയാവും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.